ഈ ഒരു വെറൈറ്റി ഗ്രിഡ് നമുക്കൊരു 10 to 15 മിനിറ്റ്സിനുള്ളിൽ വരച്ചാലോ? എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഫിംഗറിൽ ബോർഡർ കൊടുക്കാം, അതേപോലെ തന്നെ റിസ്റ്റിൻ്റെ പോർഷനും എവിടെ വരാനോ ഡിസൈൻ അവിടെ വരെ എന്നുള്ള രീതിയിൽ. എന്നിട്ട് നമ്മൾ ഓരോ സർക്കിൾസും ഓരോ ഫിംഗറിൻ്റെ താഴെയായിട്ട് നേരായിട്ട് വരച്ച് കൊടുക്കാം. ഇത് ഫ്ലവർ വരയ്ക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, താഴത്തെ ലൈനും മറക്കാൻ പാടില്ല കേട്ടോ. ഇനി ഓരോ ഈ ഒരു സർക്കിളിനും ഓരോ പെറ്റൽസ് ഇങ്ങനെ ജോയിൻ ചെയ്ത് വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സൊക്കെ നല്ല അലൈൻഡ് ആയിട്ട് കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഇങ്ങനെ എന്ത് ചെയ്യാം, ജോയിൻ ചെയ്ത് വരയ്ക്കാം. നമ്മൾ അധികം ഈ സർക്കിൾ വിട്ട് വരച്ചാലുള്ള കുഴപ്പം നമ്മൾ ഫ്ലവർ ഭയങ്കര എന്തായിപ്പോവും, ലെങ്തി ആയിപ്പോവും. അപ്പോൾ നമുക്ക് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇന്നർ സൈഡിലും അതിനൊരു ബോർഡർ കൊടുക്കാം. നടുവിലായിട്ട് ഇങ്ങനെ ഹേർട്ട് ഷേപ്പിലായിട്ട് നമുക്കൊരു ഗ്രിഡ് വരച്ച് അതിന് ഒരു പാറ്റേൺ ആക്കി മാറ്റാം. ഇത് ഞാൻ അടുത്തായിട്ട് ചോക്ലേറ്റ് ഒന്ന് നൈസിൽ വെച്ചിരുന്നു. അപ്പം ഞാൻ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഫുള്ള് ഉറുമ്പായിരുന്നു കേട്ടോ അവിടെ. അതുകൊണ്ട് സൈഡിൽ ഫുള്ള് ഉറുമ്പ് പോകുന്നുണ്ട്, അത് നിങ്ങൾ മൈൻഡ് ആക്കണ്ട. അപ്പം നടുവിലായിട്ട് ഒരു സർക്കിളും വരയ്ക്കാം. ഇനി ഈ സർക്കിൾ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ബാക്കിയുള്ള പോർഷൻസ് കളർ ചെയ്യും അല്ലേ. ഇനി അതുപോലെ കളർ ചെയ്യാം, ഷെയ്ഡിങ് കൊടുക്കാം പെറ്റൽസിൽ. ഇനി നമുക്ക് ഫിംഗർ ഡിസൈൻസും കംപ്ലീറ്റ് ചെയ്യാം. ഫിംഗർ ഡിസൈൻസ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ സാധാരണ യൂസ് ചെയ്യുന്ന ഹംസും വൈൻസൊക്കെ യൂസ് ചെയ്തു, എന്നിട്ട് ലൈൻസ് യൂസ് ചെയ്തു. പിന്നെ എപ്പോഴത്തേനും ഞാൻ വൈൻസൊക്കെയാണ് കൊടുക്കുക. അതിൽ നിന്ന് ഒന്ന് വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒരു നെഗറ്റീവ് ഡിസൈനിങ് കൊടുത്തു. അതിൻ്റെ ഉള്ളിലൊരു നെറ്റ് പോർഷൻ ഡിസൈനിങ് ചെയ്തിട്ട് നമ്മൾ ഡിസൈന് കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വീഡിയോസിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഡിസൈൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.